എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ദുബായിലേക്ക് കുറച്ചധികം വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിൽ അവസരത്തിന് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗം എന്താണോ ആ ഒരു മാർഗ്ഗത്തിൽ നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യുക. ചിലപ്പോൾ ഇമെയിൽ ID ആയിരിക്കാം, വാട്സപ്പ് നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്യാനുള്ള കോൺടാക്റ്റ് നമ്പർ ആയിരിക്കാം. ഏതാണോ ആ ഒരു മാർഗ്ഗത്തിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം അപേക്ഷിക്കുക. നിങ്ങൾക്ക് ജോലി ലഭിക്കട്ടെ എന്നൊരു നല്ല ഉദ്ദേശത്തോടെ മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഏത് മാർഗ്ഗത്തിലാണോ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ളത് ആ ഒരു മാർഗ്ഗത്തിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം അപേക്ഷിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ദുബായിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന്. ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ജൂനിയർ അക്കൗണ്ടന്റ് ഒഴിവുണ്ട്. ഒരു വർഷത്തിൽ താഴെ മാത്രം പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. 2025 ഫെബ്രുവരി 2-നാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. സാലറി നോക്കുകയാണെങ്കിൽ 4000 UAE ദിർഹം മുതൽ 5000 UAE ദിർഹം വരെയായിരിക്കും സാലറി ഉണ്ടാവുക. നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് സാലറി തീരുമാനിക്കുക. ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അക്കോമഡേഷൻ നിങ്ങൾ നോക്കുക തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം ഇതിലേക്ക് CV സെലക്ഷൻ ഉണ്ട്. അതിന് ശേഷമായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുക. അതായത് ഏകദേശം ഫെബ്രുവരി 10-ാം തീയതി 15-ാം തീയതി ഒക്കെ ആയിട്ടായിരിക്കും ഇതിലേക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം അവരുടെ ഇമെയിൽ ID നിങ്ങൾ CV അയച്ചു കൊടുക്കണം. CV സെലക്ഷൻ പാസ്സാവണം. അതിനുശേഷമായിരിക്കും ഇൻ്റർവ്യൂ. അപ്പോൾ CV അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ അതിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. വിളിച്ചാൽ കിട്ടുന്ന കോൺടാക്ട് നമ്പറും അതേപോലെ തന്നെ വാട്സപ്പ് നമ്പറും കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ hr.mehra@gmail.com എന്ന ഇമെയിൽ ID നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. CV അയച്ചു കൊടുക്കുമ്പോൾ ഇമെയിൽ ID സബ്ജക്റ്റിൽ ദുബായ് ജൂനിയർ അക്കൗണ്ടന്റ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്ത വേക്കൻസി റൂം അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്കാണ്. ദുബായിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയാണ് റൂം അറ്റൻഡൻറ്റ്. ഏകദേശം ഒരു വർഷമെങ്കിലും നിങ്ങൾക്ക് റൂം അറ്റൻഡൻ്റ് ആയിട്ട് ദുബായിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഗൾഫ് രാജ്യത്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 2025 ഫെബ്രുവരി 3-നാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. 3000 UAE ദിർഹം മുതൽ 4000 UAE ദിർഹം വരെയായിരിക്കും സാലറി ഉണ്ടാവുക. ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അക്കോമഡേഷൻ്റെ കാര്യം നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്ത് സംസാരിച്ചിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അക്കോമഡേഷൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. അപ്പോൾ ഇതിലേക്ക് നിലവിൽ UAE ഉള്ളവരെയാണ് പരിഗണിക്കുന്നത്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ 05-5229-79-07 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിലവിൽ UAE ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. നാട്ടിലുള്ളവരെ പരിഗണിക്കുകയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ജൂനിയർ അക്കൗണ്ട് പോസ്റ്റിലേക്ക് നാട്ടിലുള്ളവരെ പരിഗണിക്കുമായിരുന്നു. എന്നാൽ ഈ ഒരു പോസ്റ്റിലേക്ക് നാട്ടിലുള്ളവരെ പരിഗണിക്കുന്നില്ല. അപ്പോൾ നിലവിൽ UAE ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് റൂം അറ്റൻഡൻറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഒഴിവ്. ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് പാക്കേജിംഗ് മെഷീൻ ഓപ്പറേറ്റർ ഒഴിവുണ്ട്. മിനിമം ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നിലവിൽ UAE ഉള്ളവർക്കും ഇന്ത്യയിലുള്ളവർക്കും നിങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ ഒരു വർഷത്തേക്ക് പാക്കേജിംഗ് മെഷീൻ ഓപ്പറേറ്ററായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിലവിൽ UAE ഉള്ളവരാണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫെബ്രുവരി 2-ാം തീയതിയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇൻ്റർവ്യൂ ഇല്ല. CV സെലക്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിലേക്ക് ഏകദേശം ഒരു 4-5 പേര് ആവശ്യമുണ്ട്. ഈ 4-5 പേരെ CV ചെക്ക് ചെയ്തിട്ടായിരിക്കും തീരുമാനിക്കുന്നത്, സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മികച്ചൊരു CV തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന ഇമെയിൽ ID നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. hr.cynthia@gmail.com എന്ന ഇമെയിൽ ID നിങ്ങളുടെ ഒരു മികച്ച CV അയച്ചു കൊടുക്കുക. CV സെലക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. CV സെലക്ഷൻ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ CVയിൽ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പറും അതേപോലെ തന്നെ വാട്സപ്പ് നമ്പറും 2 നമ്പർ കൊടുക്കാൻ മറക്കരുത്. CV ഈ ഒരു ഇമെയിൽ ID അയച്ചു കൊടുക്കുമ്പോൾ ദുബായ് പാക്കേജിംഗ് മെഷീൻ ഓപ്പറേറ്റർ എന്ന് സബ്ജക്റ്റിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്ത വേക്കൻസി, അവസാനത്തെ വേക്കൻസി സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കുള്ള ഒരു വേക്കൻസിയാണ്. ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു ഫർണിഷിംഗ് ഫാബ്രിക്സ് കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട്. ഏകദേശം 6ഓളം പേരെ ആവശ്യമുണ്ട്. 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. നിലവിൽ UAE ഉള്ളവരെയും നാട്ടിലുള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ആദ്യം CV സെലക്ഷനാണ്, അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഈ മാസം തന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവും. ഈ ഒരു മാസം ജനുവരി ലാസ്റ്റിലേക്കായിട്ട് തന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവും. ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ നിലവിൽ UAE ഉള്ളവരെയും നാട്ടിലുള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യം നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. hrfonde.ae@gmail.com എന്ന ഇമെയിൽ ID നിങ്ങൾ CV അയച്ചു കൊടുക്കുക.
CV അയച്ചു കൊടുക്കുമ്പോൾ സബ്ജക്റ്റിൽ ദുബായ് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഓർക്കുക, നിങ്ങൾ CV യിൽ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പറും വാട്സപ്പ് നമ്പറും കൊടുക്കാൻ മറക്കരുത്.